إنني سعيد أن نلتقي دائما مع إخواني الذين نحبهم في الله وأصحاب الجهد المتميز، فهؤلاء الثلة قيادات وإداريين ودعاة كلهم أتوا يدا بيد لأجلكم أنتم أيها الإخوة والأخوات، فأسأل الله عز وجل أن لا يحرمهم وإياكم الأجر وأن يجعلهم من المباركين في الدنيا والآخرة. ولم يأتوا لأجل دنيا يريدونها، إنما أتوا لأجل الله سبحانه وتعالى، فندعو لهم بالتوفيق والسداد خاصة في إعداد هذه المؤتمرات، فليس بالأمر السهل أن يعد مؤتمر كبير كهذا المؤتمر المبارك بحضور هذه الثلة المتميزة من المتميزين معنا في هذا اللقاء. والحقيقة أن النبي صلى الله عليه وسلم قد جاء بالتميز وهو متميز، لذلك من تبع سنة النبي صلى الله عليه وسلم فهو متميزا. وأحسب أن إخواني القائمين على المركز الإسلامي هذا المركز النير وإخواننا في كيرلا وفي غيرها من الهند هم من المتميزين حقيقة، وبصمتهم في التميز معلومة وواضحة. أن المؤمنون إخوة، ينبغي أن يحرص كل أخ على أخيه وكل أخت على أختها في هذا المسار. والأمر الثاني، من لم يحمل هم المسلمين في قلبه فليس منهم، فينبغي لنا في هذه المؤتمرات أن نتدارس هموم أمتنا وواقعها وكيف ننهض بها في هذا الجانب. والأمر الثالث، أن ننسى بعضنا من الدعاء، فالدعاء سلاح المؤمنين، فأسأل الله عز وجل أن يبارك في هذا الحفل وأن يحفظكم وأن يرعاكم وأن يجعلكم مباركين وأن يجعلنا وإياكم من الهداة المهتدين لا الضالين ولا المضلين، إنه لذلك والقادر عليه. وأخيرا حقيقة أعلن باسمي جميعا وباسم الإخوة جميعا افتتاح هذا المؤتمر المبارك، أسأل الله عز وجل أن يسددكم جميعا الخير وأن يجعلنا وإياكم من البراس الذي يخدم هذا الدين. وصلى الله وسلم وبارك على سيدنا محمد صلى الله عليه وسلم. شكرا. പല സുഹൃത്തുക്കളുമായും ചർച്ച ചെയ്യാൻ കഴിഞ്ഞ ഓർമ്മയുടെ ഭാഗമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ കൂട്ടായ്മ സംഘടിപ്പിച്ച ഇസ്ലാമിക് സെൻ്ററിൻ്റെ പ്രവർത്തകരെ ആദ്യമായി അനുമോദിക്കുന്നു. മനുഷ്യ സമൂഹത്തിൻ്റെ വളർച്ച കൂട്ടായ്മകളിലൂടെയാണ്. പല വിധത്തിലുള്ള കൂട്ടായ്മകൾ. ഈ കൂട്ടായ്മകളാണ് മനുഷ്യന് സമൂഹവുമായി ബന്ധപ്പെടാനും സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളെ വ്യക്തികളുടെ സന്ദർഭത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ഒറ്റപ്പെടുക എന്ന മുദ്രാവാക്യമാണ് ലോകത്ത് ഇന്ന് കേൾക്കാൻ കഴിയുന്നത്. അതിനെതിരായി കൂട്ടായ്മകൾ സൃഷ്ടിക്കുന്ന ഒരുപാട് സംഘടനകൾ ലോകത്തിലുണ്ട്. ആ സംഘടനകളാണ് മനുഷ്യൻ്റെ പുരോഗതിയെക്കുറിച്ച്, മനുഷ്യൻ്റെ ഭാവിയെക്കുറിച്ച് നമുക്ക് സംതൃപ്തി നൽകുന്നത്. അത്തരമൊരു കൂട്ടായ്മയാണ് ഇന്ന് നമ്മുടെ ഈ കൂടിച്ചേരലിൽ നമുക്ക് ദർശിക്കാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ ഈ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ വിജയവും ആശംസിക്കുകയും ഈ കൂട്ടായ്മ കൂടുതൽ കൂടുതൽ വളർന്നു വരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യ സമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചാലക ശക്തി എന്ന് മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ചാലകശക്തി. പല ചാലകശക്തികളുമുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ചാലകശക്തികളില്ലാതെ നമ്മുടെ സമൂഹം മുന്നോട്ട് പോവുകയുമില്ല. പക്ഷെ അതേ സമയത്ത് തന്നെ മനുഷ്യനെ മനുഷ്യനാക്കുന്നത് മാനവികതയാണ്. മാനവികതയാണ് മനുഷ്യൻ്റെ
നല്ല മുഖത്തെ നമുക്ക് കാണിച്ചു തരുന്നു. പക്ഷെ മനുഷ്യന്റെ മനസ്സിൽ എപ്പോഴും സംഘടനകൾ നടന്നുകൊണ്ടിരിക്കും. നല്ലതും ചീത്തയും തമ്മിലുള്ള സംഘടന. മിക്കവാറും ചീത്ത എന്ന് പറയാവുന്ന ദുഷിച്ച ആശയങ്ങൾ മനസ്സിലേക്ക് കടന്നു വരികയും നല്ല ശുദ്ധമായ ആശയങ്ങളെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യും. ഈ സംഘടനത്തിൽ നാം എല്ലാവരും പങ്കാളികളാണ്. പക്ഷേ ഈ സംഘടനം വ്യക്തിപരമായ സംഘടന മാത്രമാണ്. ഇവിടെ ഇന്ന് കൊടുത്തിട്ടുള്ള ആശയത്തിൽ ശാന്തി എന്ന് പറയുന്നത്, സമാധാനം എന്ന് പറയുന്നത് വ്യക്തിയിൽ മാത്രം അടിസ്ഥിതമായ ഒന്ന്. അതിന് സാമൂഹ്യമായ ഒരു വശമുണ്ട്. ധാർമ്മികതയ്ക്ക് സാമൂഹ്യമായ ഒരു വശമുണ്ട്. അതുകൊണ്ട് ഈ ബന്ധം സാമൂഹ്യമായ ആശയങ്ങളുടെ സ്വാധീനത്തിൻ്റെ സമാധാനവുമായുള്ള ബന്ധം മനുഷ്യ ജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഖത്തർ മലയാളി സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നിരുന്ന വിവിധ കലാകായിക മത്സരങ്ങളുടെ അവസാന ഇനമായ KG ചിൽഡ്രൻസ് വിഭാഗത്തിൽ നിന്നുള്ള ചിത്രരചന പെയിന്റിംഗ് മത്സരത്തിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഖത്തർ ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്റർ സംഘടിപ്പിക്കുന്ന 6ാമത് ഖത്തർ മലയാളി സമ്മേളനത്തിൻ്റെ വേദിക്കരികെയാണ് നാം ഉള്ളത്. ഇന്നും നാളെയുമായി ഇവിടെ നടക്കുന്ന സെഷനുകളിലായി വനിതാ സംഗമം, ബാലസമ്മേളനം, സംഘടനാ പ്രതിനിധി സംഗമം, പഠന ക്യാമ്പ്, വിദ്യാർത്ഥി സമ്മേളനം, സാംസ്കാരിക കൂട്ടായ്മ, യുവജന സമ്മേളനം, അവസാനമായി പൊതുസമ്മേളനം എന്നിങ്ങനെ വ്യത്യസ്തമായ പരിപാടികളാണ് ഇന്നും നാളെയുമായി സംഘാടകർ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. കേരളത്തിലും ഇന്ത്യയിലുമുള്ള പ്രമുഖ സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുക്കുന്ന ഈ ചടങ്ങ് ഖത്തറിലെ മലയാളികൾക്കിടയിൽ വളരെ അഭിമാനപൂർവ്വമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്നും നാളെയുമായി 4000-ലധികം പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഈ സമ്മേളനം ഒരു സംഘടന നടത്തുന്നു എന്നതിലുപരിയായി വിവിധ സംഘടനകളുടെ ഒരു കൂട്ടായ്മ എന്ന രീതിയിലേക്ക് സംഘടിപ്പിക്കുവാൻ സംഘാടകർക്ക് സാധിച്ചിട്ടുണ്ട്. gulfmalayali.com വേണ്ടി ക്യാമറാമാൻ ഷിയാബ്, അഷ്റഫ് എന്നിവരോടൊപ്പം സക്കരിയ സലാഹുദ്ദീൻ, ദോഹ.